പുതിയ തൊഴിൽ നിയമങ്ങളാണ് ഇന്ന് രാജ്യം മുഴുവൻ ചർച്ച ചെയ്യുന്നത്. 29 വ്യത്യസ്ത തൊഴിൽ ചട്ടങ്ങൾ ഏകീകരിച്ചുകൊണ്ട് 4 ലേബർ കോഡുകളാണ് കേന്ദ്ര സർക്കാർ കൊണ്ടുവന്നിരിക്കുന്നത്. വേതന ചട്ടം, വ്യവസായ ബന്ധ ചട്ടം, സാമൂഹിക സുരക്ഷാ ചട്ടം, ജോലി സുരക്ഷ, ആരോഗ്യം, പ്രവർത്തന സാഹചര്യം എന്നിവയുമായി ബന്ധപ്പെട്ട ചട്ടം എന്നിവയാണവ. പുതിയ തൊഴിൽ നിയമം പ്രാബല്യത്തിൽ വന്നാൽ എന്ത് പ്രശ്നമാണ് ഉണ്ടാകുക? കയ്യിൽ കിട്ടുന്ന ശമ്പളം കുറയുമോ? നോക്കാം. പുതിയ ലേബർ കോഡുകളിൽ ശമ്പളവുമായി ബന്ധപ്പെട്ട ചട്ടമാണ് തൊഴിലാളികൾക്ക് ഏറ്റവും അധികം ആശങ്കയുണ്ടാക്കുന്നത്. ശമ്പളം കുറയുമോ എന്നതാണ് പ്രധാന ആശങ്ക. ഓരോ മാസവും കയ്യിൽ കിട്ടുന്ന ശമ്പളത്തിൽ കുറവ് വന്നേക്കാം എന്നതാണ് വസ്തുത. കാരണം റിട്ടയർമെന്റ് സേവിങ്സ് വർദ്ധിക്കും. അപ്പോൾ ചിലപ്പോൾ കയ്യിൽ കിട്ടുന്ന തുക കുറയും. വിശ്രമ ജീവിതത്തിന് മുതൽക്കൂട്ടാണ് ഇതെങ്കിലും ഈ വ്യവസ്ഥ നിലവിലെ സാമ്പത്തിക സ്ഥിതിയുടെ താളം തെറ്റിക്കുമെന്ന് ചിന്തിക്കുന്നവർ ഏറെയാണ്. ബേസിക് സാലറി CTCയുടെ 50% ആയിരിക്കണമെന്ന് പുതിയ നിയമം അനുശാസിക്കുന്നു. ബേസിക് സാലറി കുറച്ചും മറ്റ് ആനുകൂല്യങ്ങൾ കൂട്ടിയും തൊഴിലാളികളുടെ വിരമിക്കൽ ആനുകൂല്യങ്ങൾ കുറയ്ക്കാനുള്ള തന്ത്രത്തിന് തടയിടുക എന്നതാണ് ഈ വ്യവസ്ഥയുടെ ഉദ്ദേശം. നിലവിലെ നിയമം അനുസരിച്ച് ബേസിക് സാലറിയുടെ 12% PF വരുന്നത്. പുതിയ നിയമം ബേസിക് സാലറി ആകെ സാലറിയുടെ 50% നിജപ്പെടുത്തുമ്പോൾ തൊഴിലുടമകൾക്ക് കൂടുതൽ തുക PFനായി നീക്കിവെക്കേണ്ടി വരും. പുതിയ ലേബർ കോഡുകൾ പ്രാബല്യത്തിലാകുന്നതോടെ പ്രോവിഡന്റ് ഫണ്ട് ഗ്രാറ്റുവിറ്റി വിഹിതങ്ങൾ കൂടും. വിരമിച്ചതിനു ശേഷം സാമ്പത്തികമായി ബുദ്ധിമുട്ടാതിരിക്കാൻ ഈ ചട്ടം സഹായകമാകും. പിരിച്ചുവിടൽ സംബന്ധിച്ച ചട്ടങ്ങളിൽ വ്യക്തതയില്ല എന്നതാണ് പുതിയ ലേബർ കോഡുകൾക്കെതിരെ ഉയരുന്ന പ്രധാന ആക്ഷേപം. കമ്പനി അടച്ചുപൂട്ടുന്നതിനുള്ള മുൻ വ്യവസ്ഥയിൽ മാറ്റം വരുത്തിയതിനെതിരെ പ്രതിഷേധം ശക്തമാണ്. നേരത്തെ 100 പേരിൽ കൂടുതൽ തൊഴിലാളികൾ ഉള്ള കമ്പനികൾ അടച്ചുപൂട്ടുന്നതിന് സർക്കാർ അനുമതി ആവശ്യമായിരുന്നു. എന്നാൽ പുതിയ ചട്ടം അനുസരിച്ച് 300 പേരിൽ കൂടുതൽ ഉള്ള കമ്പനികൾക്കാണ് സർക്കാർ അനുമതി വേണ്ടു. ഇത് തൊഴിലാളികളെ പിരിച്ചുവിടാൻ കമ്പനികൾക്ക് കൂടുതൽ സ്വാതന്ത്ര്യമേകും എന്നാണ് ആക്ഷേപം.